ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന LDC എറണാകുളം വയനാട് എക്സാമിൻ്റെ ഒരു കട്ട് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം അത്യാവശ്യം ഒരു മീഡിയം ലെവലായിരുന്നു. വളരെ എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടേറിയതെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു മീഡിയം ലെവലുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓരോ സെക്ഷനിൽ നിന്നും വന്നിട്ടുള്ള, പ്രധാനമായിട്ടും GK സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള 70 ക്വസ്റ്റ്യൻസ്, അതിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ചോദ്യം ചോദിച്ചു, അവരുടെ വെയിറ്റേജ് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്ത് നിന്ന് വന്നു എന്നീ കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് അവസാനം ഏകദേശം കട്ട് ഓഫ് എത്ര വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു ഏകദേശം റേഞ്ച് നമുക്ക് നോക്കി നോക്കാം. നിങ്ങളുടെ ഒരു കട്ട് ഓഫ്, നിങ്ങൾ ഇന്ന് എത്ര എക്സാം എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ എത്രയാണ് നിങ്ങളുടെ സ്കോർ, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഒരു കട്ട് ഓഫ് ലെവൽ എത്രയായിരിക്കും എന്ന് കൂടി ദയവായി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ഓഫ് അനാലിസിസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹിസ്റ്ററിയിൽ നിന്ന് 4 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, പക്ഷേ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, ദയാനന്ദ സരസ്വതി ആര്യ സമാജവുമായി ബന്ധപ്പെട്ട ആ ഒരു ഓപ്ഷൻ എല്ലാത്തിലും തന്നിട്ടുണ്ട്. അപ്പോൾ അതല്ലാത്ത ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകാനാണ് ചാൻസ് ഉള്ളത്. ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യനിൽ വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണവും ശരിയാക്കാൻ പറ്റും. അത് ഈസി ആയിരുന്നു ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ അതുപോലെ തന്നെ സയൻസിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഫിസിക്സിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ഒരു ഡിഫിക്കൽട്ട് ലെവൽ എന്ന് തന്നെ പറയാൻ പറ്റും. സയൻസ് ആൻഡ് ടെക്നോളജിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ചോദ്യങ്ങൾ നമുക്കറിയാം, എല്ലാ ഷിഫ്റ്റിലും, എല്ലാ തവണയും, എല്ലാ ഡിസ്ട്രിക്റ്റിലും നടന്നിട്ടുള്ള എക്സാംസിലൊക്കെ സയൻസിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 15 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏകദേശം ഒരു 8 തൊട്ട് 10 ക്വസ്റ്റ്യൻ വരെ ആൻസർ ചെയ്യാൻ പറ്റും. ബാക്കി ഇനി എക്കണോമിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. നീതി ആയോഗിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെയർമാൻ്റെ കാര്യമാണ് ആകെ ഒരു തെറ്റുള്ള, വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ഈസി ലെവൽ തന്നെ പറയാൻ പറ്റും. പിന്നെ ഒരു ഈസി ടു മീഡിയം ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. കൂടുതലും സ്റ്റാറ്റിക് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ഒരു 4 മാർക്കോളം ഒരു നോർമലായി പഠിച്ചു പോയ ഒരു ആൾക്ക് സുഖമായിട്ട് ഈസി ക്വസ്റ്റ്യൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ തന്നെ നേടാവുന്നതാണ്. ഇനി ജോഗ്രഫി നോക്കിയാൽ ജോഗ്രഫിയും ഈ ഒരു ഈസി മീഡിയം ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ബുദ്ധിമുട്ടേറിയതെന്ന് ചോദിച്ചാൽ കുറച്ച് ഇപ്പോൾ ഈ കോണ്ടൂർ രേഖകൾ, അതുപോലത്തെ ആ ഒരു ലൈൻസ് ഒക്കെ പഠിക്കാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ എല്ലാം ഒരു ബേസിക് ലെവൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതും നമുക്കൊരു 3 മാർക്കോളം അതിൽ നിന്നും കിട്ടാവുന്നതാണ്. പിന്നെ ഗവർണൻസ് സ്കീംസ്, ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് അധികം ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചിട്ടുള്ളതല്ല, വളരെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് വന്നിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു 3 മാർക്ക് നേടാവുന്നതാണ്. ഇനി ആർട്സ് ലിറ്ററേച്ചർ, കല, അതിൽ തൂലികാനാമം, വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അധികം മാർക്ക് കിട്ടിയില്ലെങ്കിൽ കൂടി ഒരു 2 ക്വസ്റ്റ്യൻ എങ്ങനെയായാലും അതിൽ നിന്നും നമുക്ക് ആ ഒരു മാർക്ക് കിട്ടാവുന്നതാണ്. IT ഒരു മീഡിയം ലെവലായിരുന്നു. IT-യുടെ ചില ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ 66A വകുപ്പൊക്കെ നമ്മൾ സ്ഥിരം പഠിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അത് അത്ര ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഇല്ല. ഒരു നോർമൽ IT ആക്റ്റുകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, LAN, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബേസിക് ലെവലാണ്. അതിൽ നിന്ന് എങ്ങനെ പോയൊരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം നൽകാവുന്നതാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ പൊളിറ്റി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ അധികം ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 5 ക്വസ്റ്റ്യൻ ഒരാൾക്ക് എന്തായാലും ഉത്തരം നേടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലോസ് സ്ഥിരം ചോദിക്കുന്ന നമ്മുടെ RTA-യുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ബേസ് അത് വായിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക്, നിയമിക്കുന്ന ആളാരാണെന്നുള്ള ചോദ്യം ഉൾപ്പെടെ വായിച്ചു പോകുന്ന, അത് ബേസിക് കാര്യങ്ങളൊക്കെ വായിച്ചു പോയാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ മുന്നത്തെ ചില പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ, LDC തന്നെ മുൻപ് നടന്നിട്ടുള്ള പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുള്ള ടൈപ്പ് ആണ് സുപ്രധാന നിയമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെ പോയാലും അതിനൊരു 2-3 ക്വസ്റ്റ്യൻ അതിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കറണ്ട് അഫയേഴ്സ് പിന്നെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ അടുത്ത കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ട് ഒരു ന്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് ഫോളോ ചെയ്താൽ തന്നെ ഇതിന്നൊരു 3-4 ക്വസ്റ്റ്യൻ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി മിസലേനിയസ് ആയിട്ട് കുറേ അവിടുന്ന് ഇവിടുന്നും എടുത്തിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കാലമായിട്ട് എക്സാം എഴുതുന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പല എക്സാംസ് എഴുതുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ
സെക്ഷൻ അല്ലെങ്കിൽ നമുക്കിതിലൊന്നും പെടുത്താൻ പറ്റാത്ത സെക്ഷനിൽ നിന്ന് ഒരു 6 ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 2 or 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ മാത്സ്, മെൻ്റൽ എബിലിറ്റി, അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളം സെക്ഷനൊക്കെ എടുത്താൽ ഇത് കുഴപ്പമില്ലാത്ത ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് എളുപ്പം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഈസി ടു മീഡിയം ലെവൽ തന്നെയായിരുന്നു ആ 3 സെക്ഷൻസും വന്നിട്ടുള്ളത്. ഒരുപാട് മാത്സ് ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ഈസി ലെവൽ എടുത്താൽ തന്നെ അതിൽ നിന്ന് 23-24 മാർക്കോളം എങ്ങനെ പോയാലും നമുക്ക് നന്നായിട്ട് ഒരു പഠിച്ചിട്ട് ഈ സെക്ഷൻ അറ്റംപ്റ്റ് ചെയ്യാറുള്ള കുട്ടികൾക്ക് എങ്ങനെയായാലും അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മുന്നേ നടന്ന ഈ പറഞ്ഞ പോലെ തന്നെ മുന്നേ നടന്ന ചില എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഭേദപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 22 മാർക്ക് അതിൽ നിന്ന് എടുത്താൽ തന്നെ ബാക്കി ഇപ്പോൾ നമ്മൾ ഈ ബാക്കി GK സെക്ഷനിൽ നിന്ന് കൂട്ടിയ മാർക്ക് എടുത്ത് നോക്കിയാൽ ഒരു 37 മാർക്ക് വരും. അപ്പോൾ 22ഉം 37ഉം ഏകദേശം 59 മാർക്ക്. ഇതിൽ കുറഞ്ഞ മാർക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടിയ ക്വസ്റ്റ്യൻസ്, അതായത് കൂടുതൽ അറ്റംപ്റ്റ്സ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് 51 മുതൽ ഒരു 63-64 വരെ അറ്റംപ്റ്റ്സ് ഉണ്ടാവുന്നതാണ്. അതായത് ശരിയാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. ഇത് നമ്മൾ കുറച്ചും കൂടെ കൂട്ടി, നമ്മൾ കട്ട് ഓഫ് ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ കൂട്ടി നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 62 മുതൽ നമുക്കൊരു 67 വരെയുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു സ്കോർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്കോർ എത്രയാണ് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബെല്ലൈക്കൺ അടിക്കുക. അതുകൊണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതുപോലത്തെ എല്ലാ എക്സാമിനും നമ്മളൊരു അനാലിസിസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്